നമസ്കാരം. സുപ്രീം വോയിസ് ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. തലമുറകളുടെ ഗുരുനാഥന് യാത്രാമൊഴി ചൊല്ലി മലയാളം. ഔദ്യോഗിക ബഹുമതികളോടെ സാനുമാഷിനെ സംസ്കരിച്ചു. സ്ത്രീകൾക്കും ദളിതർക്കും സിനിമ നിർമ്മിക്കാൻ സർക്കാർ പണം നൽകുമ്പോൾ പരിശീലനം കൂടി കൊടുക്കണം. അടൂർ ഗോപാലകൃഷ്ണൻ. വടക്കാഞ്ചേരി ഫൊറോന ഇടവകയിൽ മൗനറാലി നടന്നു. തലമുറകളുടെ ഗുരുനാഥന് യാത്രാമൊഴി ചൊല്ലി മലയാളം. ഔദ്യോഗിക ബഹുമതികളോടെ സാനുമാഷിനെ സംസ്കരിച്ചു. തലമുറകളുടെ ഗുരുനാഥന് യാത്രാമൊഴി ചൊല്ലി മലയാളം. ഇന്നലെ അന്തരിച്ച എഴുത്തുകാരനും അധ്യാപകനും സാമൂഹിക രാഷ്ട്രീയ പ്രവർത്തകനുമായ MK സാനുവിന്റെ സംസ്കാരം എറണാകുളം രവിപുരം ശ്മശാനത്തിൽ പൂർണ്ണ ഔദ്യോഗിക ബഹുമതികളോടെ നടന്നു. രാഷ്ട്രീയ, സാംസ്കാരിക, സാമൂഹിക രംഗത്തെ പ്രമുഖർ പ്രിയ ഗുരുനാഥന് വിട നൽകാനെത്തി. സ്ത്രീകൾക്കും ദളിതർക്കും സിനിമ നിർമ്മിക്കാൻ സർക്കാർ പണം നൽകുമ്പോൾ പരിശീലനം കൂടി കൊടുക്കണം. അടൂർ ഗോപാലകൃഷ്ണൻ. സിനിമ നിർമ്മിക്കാൻ സ്ത്രീകൾക്കും ദളിത് വിഭാഗങ്ങൾക്കും സർക്കാർ നൽകുന്ന ഫണ്ട് ഉയർത്തിക്കാട്ടി വിമർശനവുമായി അടൂർ ഗോപാലകൃഷ്ണൻ. സ്ത്രീകൾക്കും ദളിതർക്കും സിനിമ നിർമ്മിക്കാൻ സർക്കാർ പണം നൽകുമ്പോൾ അവർക്ക് 3 മാസത്തെ സിനിമ പരിശീലനം കൂടി നൽകണമെന്ന് അടൂർ സിനിമ കോൺക്ലേവ് വേദിയിൽ പറഞ്ഞു. സ്ത്രീകളായതുകൊണ്ട് മാത്രം പണം നൽകരുത്. വെറുതെ പൈസ കൊടുക്കുന്നത് ഒരു രീതിയിലുമുള്ള പ്രോത്സാഹനമല്ല. 3 മാസത്തെ ആഴത്തിലുള്ള പരിശീലനം നൽകിയിട്ട് മാത്രമേ അവർക്ക് സിനിമ നിർമ്മിക്കാൻ അവസരം നൽകാവൂ എന്നും ഇത് ജനങ്ങളുടെ നികുതി പണമാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. 1.5 കോടി രൂപയാണ് സിനിമ നിർമ്മിക്കാൻ നൽകുന്നത്. ഈ തുക 3 പേർക്കായി നൽകണം. സർക്കാർ നൽകുന്ന തുക വാണിജ്യ സിനിമ എടുക്കാനുള്ളതല്ല. വ്യക്തമായ പരിശീലനം ഇല്ലാതെ സിനിമ എടുത്താൽ ആ പണം നഷ്ടമാകുമെന്ന് അടൂർ ഗോപാലകൃഷ്ണൻ പറഞ്ഞു. സൂപ്പർ സ്റ്റാർ പടങ്ങൾക്ക് പണം നൽകരുത്. എങ്ങനെയാണ് പണം നൽകുന്നത് എന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഫണ്ട് വാങ്ങിക്കുന്നവരെ മനസ്സിലാക്കിക്കണം എന്നുൾപ്പെടെ സിനിമ കോൺക്ലേവിൽ അടൂർ ഗോപാലകൃഷ്ണൻ പറഞ്ഞു. ഫിലിം ഡെവലപ്മെന്റ് കോർപ്പറേഷനിൽ നിന്ന് പണം വാങ്ങി പടമെടുത്തവർക്കെല്ലാം കംപ്ലൈൻ്റ് ആണ്. അവർ വിചാരിച്ചിരിക്കുന്നത് പണം ഇങ്ങനെ എടുത്ത് ഒരു ദിവസം തരുമെന്നും അത് കൊണ്ടുപോയി സിനിമ എടുക്കാമെന്നുമാണ്. അതങ്ങനെയല്ല. ജനങ്ങളുടെ നികുതി പണമാണിതെന്ന് അവരെ പറഞ്ഞ് മനസ്സിലാക്കണം. ഒരുപാട് പ്രധാനപ്പെട്ട വിഷയങ്ങൾ നമ്മുടെ ജീവിതത്തിലുണ്ട്. അതിനുമൊക്കെ വേണ്ടി ചെലവാക്കേണ്ടുന്ന തുകയാണെന്ന് അവരെ ബോധ്യപ്പെടുത്തണം. അടൂർ ഗോപാലകൃഷ്ണൻ പറഞ്ഞു. വടക്കാഞ്ചേരി ഫൊറോന ഇടവകയിൽ മൗനറാലി നടന്നു. ഛത്തീസ്ഗഡിൽ മലയാളി കന്യാസ്ത്രീകളെ അന്യായമായി അറസ്റ്റ് ചെയ്ത് ജയിലിൽ അടച്ച സംഭവത്തിൽ വടക്കാഞ്ചേരി ഫൊറോന പള്ളിയിൽ പ്രതിഷേധം മൗനറാലി ആചരിച്ചു. പള്ളി അങ്കണത്തിൽ നിന്നും ആരംഭിച്ച മൗനറാലി വടക്കാഞ്ചേരി ടൗൺ ചുറ്റി നടത്തി. പ്രതിഷേധ മൗനറാലി വടക്കാഞ്ചേരി ഫൊറോന പള്ളി വികാരി ഫാദർ വർഗീസ് തരകൻ ഉദ്ഘാടനം ചെയ്തു. വടക്കാഞ്ചേരി ലയൺസ് ക്ലബിന്റെ നേതൃത്വത്തിൽ പ്രസംഗ പരിശീലന ക്ലാസ് നടന്നു. വടക്കാഞ്ചേരി സെൻട്രൽ ലയൺസ് ക്ലബ്ബും ലിയോ ക്ലബ്ബും സംയുക്തമായി നടത്തിയ പ്രസംഗ പരിശീലന ക്ലാസ് വടക്കാഞ്ചേരി ജയശ്രീ ഹാളിൽ നടന്നു. MJF ലയൺ AP ജോൺസൺ സോൺ ചെയർപേഴ്സൺ ഉദ്ഘാടനം ചെയ്തു. അതുകൊണ്ട് മാത്രമാണ് എന്നെ ക്ഷണിച്ചതെന്ന് പറഞ്ഞു. എന്തായാലും ഇതിൻ്റെ ക്ലാസ് എടുക്കാൻ ഇതിനേക്കാൾ ഉപരിയായി വളരെ നല്ല രീതിയിൽ പ്രസംഗിക്കാനും നിങ്ങൾക്ക് ഏതെല്ലാം എങ്ങനെയെല്ലാം ഒരു പൊതുരംഗത്ത് സംസാരിക്കണം എന്നുള്ളതിനെക്കുറിച്ചൊക്കെ വളരെ വ്യക്തമായിട്ട് വളരെ വായനാശൈലമുള്ള ഒരാളാണ് ഞങ്ങളുടെ ഗോകുലേട്ടൻ. അത് വളരെ വ്യക്തമായിട്ട് നിങ്ങളെ പറഞ്ഞു മനസ്സിലാക്കുന്നതാണ്. എനിക്ക് പറയാനുള്ളത്, ഈ ലയൺസ് പ്രസ്ഥാനം സ്വകാര്യ മേഖലയിലെ ഒരു അന്താരാഷ്ട്ര സേവന സന്നദ്ധ സംഘടനയാണ്. 200-ൽ പരം രാജ്യങ്ങളിൽ 1917 അമേരിക്കയിലെ ചിക്കാഗോ എന്ന സ്ഥലത്ത് മെൽവിൻ ജോൺസ് എന്ന് പറയുന്ന ഒരു ബിസിനസ്സുകാരനാണ് ഈ ലയൺസ് ഇന്റർനാഷണൽ എന്ന ക്ലബ്ബ് സ്ഥാപിച്ചിട്ടുള്ളത്. ഇന്ന് 100-200ഓളം രാജ്യങ്ങളിൽ ഇത് പരന്നു കിടക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ കാരണം മറ്റൊന്നുമല്ല, ഇതിൻ്റെ മോട്ടോ അല്ലെങ്കിൽ ഇതിൻ്റെ ലക്ഷ്യം എന്നുള്ളത് സേവനമാണ്. ഞങ്ങളുടെ ലോഗോയിൻ്റെ മുകളിൽ എഴുതിയിട്ടുണ്ടാവും വി സർവ് എന്ന് പറഞ്ഞാൽ ഈ ഒരൊറ്റ ലക്ഷ്യത്തോടു കൂടിയാണ് ഇത്രയും രാഷ്ട്രങ്ങളിൽ ഇത് ഇങ്ങനെ പരന്നു കിടക്കാനുള്ള മെയിൻ കാരണം. മുഖ്യ അതിഥിയായി ജലയാനം സംഘടക സമിതി ചെയർമാൻ PN ഗോകുലൻ പങ്കെടുത്ത് പ്രസംഗിച്ചു. നേരത്തെ പറഞ്ഞ പോലെ കുറേ വായിച്ചാൽ കുറച്ച് കാര്യങ്ങൾ നമ്മുടെ മനസ്സിൽ നിൽക്കും. അതിൽ നമ്മൾ നല്ല നല്ല ചില പോയിന്റുകൾ നമ്മുടെ ഡയറിയിൽ എഴുതി വയ്ക്കുന്ന ഒരു രീതി
3-4 വാചകമുള്ളത് ഒരു ഡയറിയിൽ എഴുതി വെക്കുന്ന രീതി നല്ലതാണ്. അത് നമുക്ക് ഏതെങ്കിലുമൊക്കെ സന്ദർഭത്തിൽ എവിടെയെങ്കിലുമൊക്കെ ഉപയോഗിക്കാം. ഇപ്പോൾ ഒരു ഉദാഹരണം, കണ്ണടച്ച് കിടക്കുന്നവർ എല്ലാവരും ഉറങ്ങുന്നവരല്ല. കണ്ണ് തുറന്ന് കിടക്കുന്നവർ പലരും ഉണർന്നവരുമല്ല. നമ്മൾ അവരെ ശ്രദ്ധിക്കാതെ നമ്മുടെ ജോലി എന്താ വെച്ചാൽ നമ്മൾ നമ്മുടെ വഴിക്ക് പോകണം. അപ്പോൾ മറ്റുള്ളവരെ നമ്മൾ ശ്രദ്ധിക്കണ്ട, നമ്മൾ നമ്മുടെ വഴിക്ക് പോകണം. നമ്മുടെ വഴി ഏതാ ശരിയെന്ന് നമുക്ക് തോന്നുകയാണെങ്കിൽ ആ വഴിക്ക് നമുക്ക് പോവാം. ക്ലബ്ബ് പ്രസിഡന്റ് ലയൺ സുഭാഷ് പുഴയ്ക്കൽ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ സ്വാഗതം ക്ലബ്ബ് ഖജാൻജി ലയൺ KV വത്സലകുമാറും നന്ദി സെക്രട്ടറി ലയൺ മണികണ്ഠനും പറഞ്ഞു. പ്രസംഗ പരിശീലന ക്ലാസ്സിന് ലയൺ സുഭാഷ് പുഴയ്ക്കൽ നേതൃത്വം നൽകി. PS സുഭാഷ് പുഴയ്ക്കൽ എന്നുള്ളത് ഒരു പേര് കൊടുത്തതാണ്. ഞാൻ തമിഴ്നാട്ടിൽ നിന്ന് ഇവിടെ വന്നപ്പോൾ, അതായത് ജോലി ലാബ്സിൽ ഒരു 24 വർഷം ജോലി ചെയ്ത് ഇവിടെ വന്നപ്പോൾ ഒരു സംഘടനയിൽ കയറി. അപ്പോൾ എനിക്ക് തോന്നി എല്ലാവരും സുഭാഷ് കുണ്ടന്നൂര് മരിച്ചു പോയിട്ടാണ് എൻ്റെ അച്ഛൻ, അതാണ് സുഭാഷ് കുണ്ടന്നൂര്. അപ്പോൾ എന്നെ ഏത് സുഭാഷ് കുണ്ടന്നൂരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞെന്താ, ഞാൻ എൻ്റെ പേര് സുഭാഷാണ്, വീട്ടും പേര് സുഭാഷ് പുഴയ്ക്കലാണ്. അങ്ങനെ ആ ഒരു പേര് കൂട്ടിയതാണ് എൻ്റെ പൊന്ന് കോവില സുഭാഷ് പുഴയ്ക്കൽ. അപ്പം നിങ്ങൾ ഒരു ബുക്ക് തന്നിട്ടുണ്ട്, നമുക്ക് പണിയുണ്ട്, അതിലൊക്കെ ആക്ടിവിറ്റീസാണ്, കുറച്ച് പണികളുണ്ട്. ഇപ്പം നിങ്ങളിവിടെ ഒരു പ്രിപ്പറേഷൻ എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഓൾറെഡി ഉണ്ടായിരുന്നു. എന്താണ് നിങ്ങളുടെ വീടിനെ കുറിച്ച്? ഒരു പ്രസംഗ വേദിയിൽ ചെന്ന് കഴിഞ്ഞാൽ നിങ്ങൾ സബ്ജക്റ്റും ഒന്നുമില്ലെങ്കിൽ എന്താവും? തീർച്ചയായിട്ടും പഠിക്കും. പ്രിപ്പറേഷൻ നിങ്ങളുടെ ഫാമിലിയെ കുറിച്ച് നിങ്ങൾക്കുണ്ട്. ഇനി ഞാൻ ചോദിക്കാൻ പോകുന്ന ചോദ്യങ്ങൾ ഈ കൂടുതൽ പറയാനുണ്ട്, പക്ഷേ ഇത് നിങ്ങളെ ഒന്ന് പക്വപ്പെടുത്തേണ്ട ആവശ്യമുണ്ട്, അതുകൊണ്ടാണ്. പ്രസംഗ പരിശീലന ക്ലാസ്സിൽ ലിയോ പ്രസിഡന്റ് ലിയോ അഭിജിത്ത് സൈമൺ, ലിയോ കോർഡിനേറ്റർ ആശ വിനായക്, ഡയറക്ടർമാരായ ലയൺ രഞ്ജിത്ത് രാജൻ, KP രാജീവ് എന്നിവർ ആശംസാ പ്രാസംഗികരായി പങ്കെടുത്തു. ലിയോ സെക്രട്ടറി ലിയോ KJ മിലൻരാജ്, ഖജാൻജി ലിയോ PJ ക്രിസ്റ്റോൺ, വൈസ് പ്രസിഡന്റ് ലിയോ KJ അഭിഷേക്, ജോയിന്റ് സെക്രട്ടറി അഞ്ജിത് സജി, ഡയറക്ടർമാരായ ആദിത്യ ഹരിദാസ്, ആദിദേവ് ഹരിദാസ്, MJ കാതറിൻ മേരി, അന്ന കരോളിൻ, വിദ്യ ജയകുമാർ, വീണ ജയകുമാർ, അനന്തൻ, സുഭാഷ്, അന്ന മരിയ എന്നിവർ പരിശീലന പ്രാസംഗികരായി പങ്കെടുത്തു. ഇടവേള. തൃശൂരിലെ പ്രശസ്തമായ സുധർമ്മ മെട്രോപോളിസ് ലബോറട്ടറി ഇപ്പോൾ വടക്കാഞ്ചേരിയിലും. ആരോഗ്യരംഗത്ത് 40 വർഷത്തിലേറെ പാരമ്പര്യം, 400-ൽ പരം ടെസ്റ്റുകൾ, 250ഓളം ലാബുകൾ, 1500 പേഷ്യന്റ് സർവീസ് സെന്ററുകൾ, കൃത്യതയാർന്ന രോഗനിർണയം, എല്ലാ ഡോക്ടർമാരും വിശ്വാസം അർപ്പിക്കുന്ന റിപ്പോർട്ടുകൾ. ഓട്ടുപാറയിൽ ഞങ്ങൾക്ക് മറ്റു ബ്രാഞ്ചുകളില്ല. സുധർമ്മ മെട്രോപോളിസ്, കോടതിക്ക് പിൻവശം, ഗണപതി കോംപ്ലക്സ്, ഗേൾസ് ഹൈസ്കൂൾ റോഡ്, വടക്കാഞ്ചേരി. കോൺടാക്ട് 7012712910. ജോൺസൺ ഒപ്റ്റിക്കൽസിൽ തിങ്കൾ ബുധൻ വെള്ളി ദിവസങ്ങളിൽ രാവിലെ 10 മുതൽ ഉച്ചയ്ക്ക് 1 മണി വരെ കണ്ണ് ഡോക്ടറുടെ സേവനം ലഭ്യമാണ്. എല്ലാ ബ്രാൻഡഡ് കണ്ണടകളും, ഡോക്ടർമാർ നിർദ്ദേശിക്കുന്ന എല്ലാവിധ കണ്ണടകളും, കൂടാതെ ഡ്രൈവിംഗ് ലൈസൻസിന് വേണ്ട സർട്ടിഫിക്കറ്റുകളും ഇവിടെ ലഭ്യമാണ്. ജോൺസൺസ് കണ്ണട വ്യാപാരം, ഓപ്പോസിറ്റ് ഡിവൈൻ ഹോസ്പിറ്റൽ, വടക്കാഞ്ചേരി. ഫോൺ 0488423007 9496347407. പ്രകൃതി മനോഹരമായ ചുറ്റുപാടിൽ നൂതനമായ എല്ലാവിധ സൗകര്യങ്ങളോടും കൂടി നിങ്ങളുടെ കയ്യെത്തും അകലെ തുളസി കൺവെൻഷൻ സെന്റർ, ആറ്റൂർ, മുള്ളൂർക്കര. 18,000 സ്ക്വയർ ഫീറ്റിൽ വാസ്തുവിദ്യ പ്രകാരം പണിതീർത്ത തുളസി കൺവെൻഷൻ സെന്റർ കോവിഡ് പ്രോട്ടോകോൾ മാനദണ്ഡങ്ങൾ പാലിച്ച് വീണ്ടും അതിവിപുലമായി പുനർപ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. വടക്കാഞ്ചേരി ഷൊർണൂർ റോഡിലെ ആറ്റൂരിൽ സ്ഥിതി ചെയ്യുന്ന തുളസി കൺവെൻഷൻ സെന്റർ ഫുൾ AC-യോടുകൂടി 1000-ൽ പരം പേർക്കിരിക്കാവുന്ന കോൺഫറൻസ് ഹാളും വിശാലമായ കാർ പാർക്കിംഗ്, ചിൽഡ്രൻസ് പാർക്ക് എന്നിങ്ങനെ നിരവധി സൗകര്യങ്ങളാണ് ഇവിടെ നിങ്ങൾക്ക് വേണ്ടി ഒരുക്കിയിട്ടുള്ളത്. ഗ്രാമീണ അന്തരീക്ഷത്തിൽ സ്ഥിതി ചെയ്യുന്ന തുളസി കൺവെൻഷൻ സെന്ററിന് സമീപം അമ്പലം, പള്ളി എന്നീ സൗകര്യങ്ങളുമുണ്ട്. തുളസി കൺവെൻഷൻ സെന്റർ, ആറ്റൂർ, മുള്ളൂർക്കര. വാർത്തകൾ തുടരുന്നു. ആവേശമായ സ്റ്റുഡൻസ് പോലീസ് കേഡറ്റ് സെറിമോണിയൽ പരേഡും പതാക ഉയർത്തലും നടന്നു. സ്റ്റുഡൻസ് പോലീസ് കേഡറ്റ് പദ്ധതിയുടെ 15ാം വാർഷിക ആഘോഷത്തിന്റെ ഭാഗമായി ആഗസ്റ്റ് 2-ന് രാവിലെ 9 മണിക്ക് തൃശൂർ AR ക്യാമ്പിൽ വെച്ച് നടന്ന ചടങ്ങിൽ തൃശൂർ സിറ്റി SPC പദ്ധതിയുടെ ഫ്ളാഗ് ഉയർത്തി. തുടർന്ന് നടന്ന തൃശൂർ സിറ്റിയിലെ 11 സ്കൂളുകളിലെ 330 കേഡറ്റുകൾ പങ്കെടുത്ത വർണ്ണാഭമായ സെറിമോണിയൽ പരേഡിൽ സല്യൂട്ട് സ്വീകരിച്ചു.
തൃശൂർ സിറ്റി പോലീസ് കമ്മീഷണർ ശ്രീ ഇളങ്കോ ആർ IPS, SPC ജില്ലാ നോഡൽ ഓഫീസറും തൃശൂർ സിറ്റി പോലീസ് അഡീഷണൽ SP-യുമായ ശ്രീ ഷീം തറയിൽ എന്നിവർ മുഖ്യ അതിഥികളായ ചടങ്ങിൽ ആര്യമ്പാടം സർവോദയം സ്കൂളിലെ കേഡറ്റ് ഐശ്വര്യ നയിച്ച സെറിമോണിയൽ പരേഡിൽ വടക്കാഞ്ചേരി ഗേൾസ് ഹൈസ്കൂൾ 1ാം സ്ഥാനം നേടി. അസിസ്റ്റന്റ് ജില്ലാ നോഡൽ ഓഫീസർ സബ് ഇൻസ്പെക്ടർ ജ്യോതിസ് തോമസ്, സബ് ഇൻസ്പെക്ടർ TN ജയപ്രകാശ് എന്നിവർ പരിപാടിക്ക് നേതൃത്വം നൽകി. തിരികെ ജോൺസ് അക്കാദമി പൂർവ്വ വിദ്യാർത്ഥി സംഗമം 2025 സെപ്റ്റംബർ 7-ന്. 2005 മുതൽ 2025 വരെയുള്ള കാലഘട്ടത്തിൽ ജോൺസ് അക്കാദമിയിൽ പഠിച്ചവരെ ഉൾപ്പെടുത്തിക്കൊണ്ട് തിരികെ എന്ന പൂർവ്വ വിദ്യാർത്ഥി സംഗമം 2025 സെപ്റ്റംബർ 7-ന് ജോൺസ് അക്കാദമിയിൽ വെച്ച് നടത്താൻ തീരുമാനിച്ചിരിക്കുന്നു. ആയതിൻ്റെ ഭാഗമായി ജോൺസ് അക്കാദമിയിൽ വെച്ച് സംഘാടക സമിതി യോഗം ചേർന്നു. പ്രസ്തുത യോഗത്തിൽ ശ്രുതി, ദിവ്യ, ഷഹന, രാരി, മിന്നത്ത്, സ്നേഹ, ലിജി, നജ്ന എന്നിവർ പങ്കെടുത്തു. ശ്രുതി, ദിവ്യ, ലിജി, നജ്ന എന്നിവർ കാര്യപരിപാടികളെക്കുറിച്ച് സംസാരിച്ചു. 2025 സെപ്റ്റംബർ 7-ന് നമ്മുടെ ജോൺസ് അക്കാദമി ആരംഭിച്ച് 2005 ആരംഭിച്ച് 2025 എത്തി നിൽക്കുന്ന ഈ ഒരു വർഷത്തിൽ ഒരു 20ാമത്തെ വാർഷികവും കൂടിയാണ്. അതിൻ്റെ ഭാഗമായി നമ്മൾ ഇതുവരെ പഠിച്ചിട്ടുള്ള ജോൺസ് അക്കാദമിയിൽ പഠിച്ച എല്ലാവരെയും ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു റീയൂണിയൻ സംഘടിപ്പിക്കുന്നുണ്ട്. അപ്പോൾ 40 വർഷമായി സാറ് ഇവിടെ ഈ അധ്യാപന ജീവിതം തുടങ്ങിയിട്ട് ആ ഒരു പരിപാടിയിൽ വെച്ചിട്ട് നമ്മൾ ജോൺസൺ സാറിനെ ആദരിക്കുകയും അതോടൊപ്പം തന്നെ ഇതുവരെ ഇവിടെ എല്ലാവരെയും പഠിപ്പിച്ച എല്ലാ അധ്യാപകരെയും ഉൾപ്പെടുത്തിക്കൊണ്ട് അവരെയും ആദരിക്കുന്ന ഒരു ചടങ്ങും ഒരു ഫുൾ ടൈം പ്രോഗ്രാമാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. രാവിലെ ഒരു 9 മണിക്ക് തുടങ്ങി വൈകുന്നേരം ഒരു 4:30-5 മണിയോടുകൂടി അവസാനിപ്പിക്കുന്ന രീതിയിലാണ് നമ്മൾ ഈ പ്രോഗ്രാം ഉദ്ദേശിച്ചിട്ടുള്ളത്. അപ്പോൾ ആ പരിപാടിയിലേക്ക് ഇതുവരെ പഠിച്ച എല്ലാവരെയും ഉൾപ്പെടുത്തിക്കൊണ്ട് നല്ലൊരു വിജയത്തിന് വേണ്ടി പ്രതീക്ഷിക്കുന്നു. സെപ്റ്റംബർ 7-ാം തീയതിയാണ് നമ്മൾ ഈ റീയൂണിയൻ ഫിക്സ് ചെയ്തിരിക്കുന്നത്. തിരികെ എന്നാണ് നമ്മൾ ഇതിന് പേര് നൽകിയിരിക്കുന്നത്. ഇവിടെ പഠിച്ച കുട്ടികളുടെയും അവരുടെ മക്കളുടെയും കലാപരിപാടികളും വിശിഷ്ട വ്യക്തിയുടെ സാന്നിധ്യം ഉണ്ടാവും. അപ്പോൾ എല്ലാവരും ഇതിൽ പങ്കെടുത്ത് വിജയിപ്പിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. സെപ്റ്റംബർ 7-ാം തീയതി ജോൺസ് അക്കാദമിയിൽ 2005 മുതൽ 2025 വരെ പഠിച്ച എല്ലാ പൂർവ്വ വിദ്യാർത്ഥികളെയും ഉൾക്കൊള്ളിച്ചുകൊണ്ട് തിരികെ എന്ന പേരിൽ ഒരു പരിപാടി നടത്താൻ നമ്മൾ ഉദ്ദേശിച്ചിട്ടുണ്ട്. ഈ സംഗമത്തിൽ വിശിഷ്ടാതിഥികളുടെ സാന്നിധ്യവും അതേ തുടർന്ന് ഇവിടെ പഠിച്ച കുട്ടികളുടെ കലാപരിപാടികളും ഉണ്ടായിരിക്കുന്നതാണ്. അങ്ങനെ ഒരു ദിവസത്തെ മുഴുവൻ പ്രോഗ്രാമായിട്ടാണ് നടത്താൻ ഉദ്ദേശിക്കുന്നത്. അതിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. ഈ വരുന്ന സെപ്റ്റംബർ 7-ാം തീയതി നമ്മൾ നടത്താൻ ഉദ്ദേശിക്കുന്ന തിരികെ എന്ന നമ്മുടെ വിദ്യാർത്ഥി സംഗമത്തിൽ പൂർവ്വ വിദ്യാർത്ഥികളുടെ ഈ സംഗമത്തിൽ നമ്മുടെ ജോൺസൺ മാഷിനെയും നമ്മുടെ ടീച്ചേഴ്സ് അധ്യാപകരെയും വിശിഷ്ട വ്യക്തികളുടെ സാന്നിധ്യത്തിൽ ആദരിക്കാൻ നമ്മൾ തീരുമാനിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ എല്ലാ വിദ്യാർത്ഥികളും തിരക്കുകളൊക്കെ മാറ്റിവെച്ച് ഈ തിരികെ എന്ന ഈ വിദ്യാർത്ഥി സംഗമത്തിൽ സാറിനെ ആദരിക്കുന്ന ടീച്ചേഴ്സിനെ ആദരിക്കുന്ന ഈ സംഗമത്തിൽ എല്ലാവരും സെപ്റ്റംബർ 7-ാം തീയതി എല്ലാവരും എത്തിച്ചേരണമെന്ന് ഹൃദ്യമായി സ്വാഗതം ചെയ്യുന്നു. എല്ലാവരും ചാറ്റപ്പെടുന്ന വരണം, ഞാനും ഉണ്ടാവും. അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമവും ഇല്ലനിറയും നടന്നു. വടക്കാഞ്ചേരി മാരിയമ്മൻ കോവിലിൽ കർക്കിടക മാസാചരണത്തോടനുബന്ധിച്ച് അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമവും ഇല്ലനിറയും നടന്നു. ചടങ്ങുകൾക്ക് അവണപ്പറമ്പ് നിതിൻ രവിശങ്കർ നമ്പൂതിരി, ക്ഷേത്രം മേൽശാന്തി മൈലക്കൂട്ടത്തിൽ നീലകണ്ഠൻ നമ്പൂതിരി, മാരിയമ്മൻ കോവിൽ സേവാ സമിതി ഭാരവാഹികളായ SR മുത്തുകൃഷ്ണൻ, G ഗോപാൽ, B സതീഷ് പിള്ള, അഡ്വക്കേറ്റ് TS മായാദാസ്, G രാകേഷ് എന്നിവർ നേതൃത്വം നൽകി. 3 മാസത്തിനുള്ളിൽ സിനിമാ നയം പ്രഖ്യാപിക്കുമെന്ന് മന്ത്രി സജി ചെറിയാൻ. 3 മാസത്തിനുള്ളിൽ സിനിമാ നയം പ്രഖ്യാപിക്കുമെന്ന് മന്ത്രി സജി ചെറിയാൻ അറിയിച്ചു. 2 ദിവസമായി നടന്ന സിനിമാ കോൺക്ലേവിന്റെ സമാപന ചടങ്ങിൽ സംസാരിക്കുകയായിരുന്നു സജി ചെറിയാൻ. മലയാള സിനിമയിൽ സമഗ്രമായ മാറ്റമാണ് ലക്ഷ്യമിടുന്നത്. എല്ലാ തലങ്ങളിലും നിലവിൽ മാറ്റങ്ങൾ പ്രതീക്ഷിക്കാം. കേരളത്തിൽ സിനിമാ സംസ്കാരം വളർത്തിയെടുക്കുന്നതിനു വേണ്ടിയുള്ള സമഗ്രമായ പദ്ധതിയാണ് 2 ദിവസം നീണ്ടുനിന്ന കോൺക്ലേവിൽ ചർച്ചയിലൂടെ ഉരുത്തിരിഞ്ഞത് എന്നും സിനിമയിൽ നടക്കുന്ന എല്ലാ തരത്തിലുള്ള മോശം പ്രവണതകളെ പൂർണ്ണമായും മാറ്റിയെടുക്കുവാൻ എല്ലാ സംഘടനകളുടെയും സഹായം തേടിയിട്ടുണ്ടെന്നും സംഘടനകളുമായുള്ള ചർച്ചയിലൂടെയാണ് നയം രൂപീകരിക്കുക. പൊതുജനങ്ങളിൽ നിന്നും സിനിമാ നയം സംബന്ധിച്ചുള്ള അഭിപ്രായങ്ങൾ ആരായുമെന്ന് മന്ത്രി അറിയിച്ചു. സിനിമാ സാംസ്കാരിക ക്ഷേമനിധി കലോചിതമായി പരിഷ്കരിക്കുന്നതിനുള്ള ചർച്ചകളും ഇതിനോടകം തന്നെ ആരംഭിച്ചിട്ടുള്ളതായി മന്ത്രി അറിയിച്ചു. പുന്നമ്പറമ്പ് മച്ചാട് പള്ളിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധം നടന്നു.
മച്ചാട് പള്ളിയുടെ നേതൃത്വത്തിൽ നടന്ന പ്രതിഷേധം വിരമ്പി. കള്ളക്കേസെടുത്ത് അറസ്റ്റ് ചെയ്ത കന്യാസ്ത്രീ അമ്മമാരുടെ പേരിലുള്ള FIR റദ്ദാക്കുക, സിസ്റ്റർമാരെ കുറ്റവിമുക്തമാക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് പ്രതിഷേധം സംഘടിപ്പിച്ചത്. മച്ചാട് സെന്റ് ആന്റണീസ് പള്ളിയിൽ നിന്നും ആരംഭിച്ച പ്രതിഷേധ റാലി പുന്നമ്പറമ്പ് സെന്ററിൽ സമാപിച്ചു. തുടർന്ന് നടന്ന പ്രതിഷേധ സമരം അതിരൂപത അഡ്വക്കേറ്റേഴ്സ് ഫോറം പ്രസിഡന്റ് അഡ്വക്കേറ്റ് അജി വർഗീസ് ഉദ്ഘാടനം ചെയ്തു. ഇടവക വികാരി ഫാദർ ജോജോ എടത്തുരുത്തി അധ്യക്ഷത വഹിച്ചു. കൈക്കാരന്മാരായ ഡേവിസ് വല്ലൂരൻ, വിൻസെന്റ് തോമസ്, VP സാൻജോ, ജിനോ വടക്കൂടൻ, കേന്ദ്ര സമിതി പ്രസിഡന്റ് തോമസ് പുത്തൂർ, ഏകോപന സമിതി പ്രസിഡന്റ് ഡേവിസ് പാണങ്ങാടൻ, വിശ്വാസ പരിശീലന PTA പ്രസിഡന്റ് ജോജോ തൈക്കാനത്ത് തുടങ്ങിയവർ പ്രസംഗിച്ചു. സമരത്തിൽ 100 കണക്കിന് വിശ്വാസികൾ പങ്കെടുത്തു. ഇതോടുകൂടി വാർത്താ ബുള്ളറ്റിൻ അവസാനിക്കുന്നു. നമസ്കാരം.